ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഒരുവിധം എല്ലാവരുടെ ഫോണിലും ആ ആപ്ലിക്കേഷൻ ഉണ്ടാകും, പക്ഷെ അധികം ആർക്കും അത് എന്തിനാണെന്ന് അറിയില്ല. യൂസിങ് മിക്കവാറും ഒരു 25% ആളുകൾ മാത്രമേ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. കൂടാതെ ഇത്തരം ഫോട്ടോകളും വീഡിയോകളും സൂക്ഷിച്ചു വെക്കാൻ ഒരുപാട് സ്പേസും നമ്മുടെ ഫോണിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു വലിയ സംരക്ഷണമാണ് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പ് നൽകുന്നത്. അപ്പോൾ സമയം കളയണ്ട, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണിന് ഉള്ള ഗൂഗിൾ എന്ന ഫോൾഡറിലാണ് ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവുക. ഇതാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഐക്കൺ. അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ പെർമിഷനൊക്കെ ചോദിക്കും, അതെല്ലാം അലോ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓൾറെഡി ആൻഡ്രോയിഡ് ഫോണിൽ സൈൻ ഇൻ ചെയ്ത ജിമെയിൽ ID ചോദിക്കും. ഇതിൽ വേറെ ഏതെങ്കിലും ജിമെയിൽ ID ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ വേറെ നോക്കാം. ഇതിലിപ്പോൾ എൻ്റെ പേര് വെച്ചിട്ടുള്ള ID തന്നെ കാണിച്ചു കൊടുത്തു. ഓക്കെ, അത് ബാക്കപ്പ് ഓക്കെ കൊടുക്കുക. ഇതിൽ മെയിൻ നോക്കേണ്ടത് ഒറിജിനൽ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, എക്സ്പ്രസ്, അതാണ് മെയിൻ നോക്കേണ്ടതുള്ളത്. ഈ ഒറിജിനൽ ക്വാളിറ്റിയിൽ 15 GB മാത്രമേ സ്റ്റോറേജ് ഉള്ളൂ. ഒറിജിനൽ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 5 MB ഉള്ള ഒരു ഫോട്ടോ 5 MB ആയിട്ട് തന്നെയാണ് അത് അപ്ലോഡ് ആവുക. 15 GB ഫോട്ടോകൾ മാത്രമേ അപ്ലോഡ് കിട്ടുകയുള്ളൂ. ഇതിൽ ഹൈ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ്. ഞാൻ ഹൈ ക്വാളിറ്റിയിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഹൈ ക്വാളിറ്റി ഒരു 5 MB ഉള്ള ഒരു ഫോട്ടോനെ കംപ്രസ് ചെയ്തിട്ട് ഏകദേശം ഒരു 500 KB ആയിട്ട് കംപ്രസ് ചെയ്യും. മൊബൈലിൽ കാണാനുള്ള ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി, ഈ 500 KB മതി. എക്സ്പ്രസ് പിന്നെ അതിലും റെസൊല്യൂഷൻ കുറയും. ഞാൻ എൻ്റെ ഫോണിൽ ഏകദേശം 85,000 ഫോട്ടോകളോളം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തോളം ആയിട്ടുള്ള എല്ലാ ഫോട്ടോകളും എനിക്കുണ്ട്. അപ്പോൾ അത് കൺഫേം കൊടുക്കാം. മുകൾ വശത്തായിട്ട് ഈ 3 ലൈന് കാണിക്കുന്നില്ലേ സൈഡിൽ, അടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഡിവൈസ് ഫോൾഡർ. ഇത് നമ്മളെ ഫോണിലുള്ള ഫോൾഡറുകളാണ്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേഘത്തിൻ്റെ ചിഹ്നം കാണിക്കണമെന്നും അപ്ലോഡ് ആവാത്തതാണ്. അത് ജസ്റ്റ് ചെന്നിട്ട് എടുത്ത് ഓൺ ചെയ്യുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, രണ്ടാമത്തെ ആർച്ചീവിലേക്ക് നമുക്ക് ഒരു ഫോട്ടോസ്, ഇതിലുള്ള ഒരു ഫോട്ടോസ് ഓപ്ഷൻ ചെയ്യില്ല. അതിൽ മൂവ് ടു ആർച്ചീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഗാലറി ഫ്രണ്ട് ലൈനിൽ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലൈനിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആർച്ചീവിലേക്ക് തട്ടിയാൽ അത് ഹൈഡായി കിടന്നോളൂ. ആർച്ചീവ് ചെന്നെടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ കാണാം. അടുത്തത് ബിൻ. നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോസൊന്നും ഒറ്റ അടിക്ക് ഡിലീറ്റ് ആവില്ല. അത് റീസൈക്കിൾ ബിന്നിൽ ചെന്നിട്ട് കിടക്കും. എക്സാമ്പിൾ ഈ ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്തു. മൂവ് ടു ബിൻ. ഈ ബിന്നിൽ ചെന്ന് കിടക്കുന്നുണ്ടാവും ആ ഫോട്ടോസ്. ഓക്കെ, ഈ ഫോട്ടോ നമുക്ക് തിരിച്ച് വീണ്ടും ഗാലറിയിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നക്കി പിടിക്കുക, റീസ്റ്റോർ ചെയ്യാം. 60 ദിവസം ഇതിൽ കിടക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിക്കോളും. നാലാമത് ഫ്രീ അപ്പ് സ്പേസ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിതിൽ അപ്ലോഡ് ആയി കഴിഞ്ഞ ഫോട്ടോകളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റിങ് നടക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ അപ്പ് സ്പേസ് എടുക്കുക. അതിലിപ്പോൾ ഏകദേശം ഇതിൽ അപ്ലോഡ് ആയ ഫോട്ടോകൾ 2.79 GB അപ്ലോഡ് ആയിട്ടുണ്ട്. ഡിവൈസിലുള്ള സ്പേസ് ഫുള്ളാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ സ്പേസ് കൂടുതൽ കിട്ടും. ഫ്രീ അപ്പ് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഏകദേശം 2.79 GB ഇപ്പോൾ ഫോണിൽ നിന്ന് റിമൂവ് ആവും. ഇതിൽ അപ്ലോഡായ ഫോട്ടോകൾ മാത്രമാണ് റിമൂവ് ആവുകയുള്ളൂ. ഓക്കെ, ഇതിൽ രണ്ടാമത് കിടക്കുന്നതാണ് പ്ലേസ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ
ഫോണിൽ GPS ഓൺ ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ആഗ്രയിൽ ചെന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്ലേസ് വെച്ചിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിക്കുമ്പോൾ ഓരോ പ്ലേസ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ സെർച്ച് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഇതിൽ ആഗ്ര എന്ന സ്ഥലമുണ്ട്, ഹംപി ഉണ്ട്. ഹംപി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹംപിയിൽ നിന്നെടുത്ത ഓരോ ഫോട്ടോകൾ കാണാം. അങ്ങനെ ഓരോ സ്ഥലങ്ങളും അതൊക്കെ ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ കാറ്റഗറി ആക്കി തിരിക്കൊന്നും വേണ്ട. മണാലി ചെന്ന് കഴിഞ്ഞാലുള്ള ഫോട്ടോകൾ കാണാം. ഒക്കെ നമുക്ക് ഇവിടെ ചെന്നിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പ്ലേസ് ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ തിങ്സ്, അതിൽ ഓരോ റൈപ്പിസ് അങ്ങനെ ഓരോ തിങ്സ് വെച്ചിട്ട് കാറ്റഗറി ആക്കും. ഇതിലിപ്പോൾ ഫുഡിൻ്റെ ഐറ്റംസാണ് എല്ലാം ഉള്ളത്. നമ്മൾ മൊബൈലിലെടുത്ത ഫോട്ടോകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറി ആക്കി തരംതിരിക്കും. ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉള്ള ഓരോ ഫോട്ടോകളും ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ കൊളാഷ്, ആനിമേഷൻസ്, മൂവീസ്, ഈ 3 സംഭവങ്ങളും ഇതിൽ ഈ താഴത്ത് കാണുന്ന മൂന്നാമത് സംഭവം ഉണ്ടല്ലോ, അസിസ്റ്റൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ആൽബംസ് എടുക്കാം, മൂവീസ് എടുക്കാം, കൊളാഷ്, ആനിമേഷൻ. അപ്പോൾ ഓരോ ഫോട്ടോസ് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇതിലിപ്പോൾ ഈ 3 ഫോട്ടോസ് സെലക്ട് ചെയ്തു, പ്ലസ് അടിച്ചിട്ട് അതിൽ ഏത് സംഭവമാണ് ചെയ്യേണ്ടത് അത് ചെയ്യാം. കൊളാഷ് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത് വരുന്നത് ക്യാമറ. ഇതിൽ ഫോട്ടോകളെല്ലാം അപ്ലോഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് ക്യാമറ എന്ന ഫോൾഡേഴ്സിലുള്ള മൊബൈലിൽ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോകൾ മാത്രമാണ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുകയുള്ളൂ. നിങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫോട്ടോകൾ, പഴയ ഫോട്ടോകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു ഫോൾഡറിലേക്ക് ആക്കിയതിന് ശേഷം ഇത് മൊബൈലിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഫോൾഡർ ഇവിടെ നോക്കിയിട്ട് മതി. ഓക്കെ, ഇവിടെ ഓൺ ചെയ്യാം. പിന്നെ ആൽബംസിൽ ഓരോ ആൽബങ്ങൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഷിഫിനിയാക്കി എന്നാണ്. ഷിഫിനിയാക്കിൻ്റെ എൻ്റെ മൂത്ത മകനാണ്. ഇതിൽ 2841 ഫോട്ടോകളുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ജനിച്ച ദിവസം 2009 മെയ് 21. പിന്നെ ലാസ്റ്റ് ഉള്ള അപ്ലോഡ് ചെയ്ത ഫോട്ടോ നവംബർ 13, 2019. അതുവരേക്കുള്ള എല്ലാ ഫോട്ടോകളും ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ അവൻ ജനിച്ച ദിവസം മുതൽക്കുള്ള എല്ലാ ഫോട്ടോകളുണ്ട്. ഇതാ സ്റ്റാർട്ടിങ്ങുള്ള ഫസ്റ്റ് ഫോട്ടോ ഇതാണ്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഫോട്ടോ ഇതാണ്. അസിസ്റ്റൻ്റ്. ഇതിൽ ആൽബം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിൽ ആൽബം ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം. സെലക്ട് ഫോട്ടോ ആൻഡ് പെറ്റ്സ്, നമുക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആ ഊട്ടി ട്രിപ്പിൽ ആരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫോട്ടോ ആഡ് ചെയ്യാം. റമീസ് ചാളാരി. ഓക്കെ, അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഫേസുള്ള എല്ലാ ഫോട്ടോകളും ആ ആൽബത്തിലേക്ക് വന്നു. അപ്പോൾ അതിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഊട്ടി എന്നുള്ള ആൽബം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഊട്ടി. മൂവീസ് ആഡ് ചെയ്ത് നോക്കാം. സെലക്ട് 4 ഫോട്ടോ ചെയ്തു, ക്രിയേറ്റ് കൊടുത്തു. ഇതിൽ ഓരോ ഫോട്ടോക്ക് ഓരോ ടൈമിങ്ങുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം കൂട്ടാം. പിന്നെ ഫസ്റ്റ് ഫോട്ടോ ഇത് ഇവിടെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് താഴേക്ക് ആക്കാം. ഓക്കെ, ഇത് കുറച്ച് ടൈം കൂട്ടി കൊടുക്കാം. അപ്ലൈ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു. ആൽബം മൂവീസിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നാലാമത്തത് ഷെയറിങ്. ഫസ്റ്റ് കാണുന്ന ആഡ് പാർട്ണർ അക്കൗണ്ടാണ്. ഓക്കെ, ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാര്യയുടെ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ഫോട്ടോ എടുക്കുമ്പോഴും ആ സ്പോട്ടിൽ ഭാര്യയുടെ ഫോണിലും കിട്ടും. അത് തൽക്കാലം വേണ്ടല്ലേ. ഓക്കെ. രണ്ടാമത്തത് സ്റ്റാർട്ട് എ ന്യൂ ഷെയർ, അതടിച്ചു. നാസ് എന്ന് കൊടുത്തു. ഓക്കെ. ഫേസ് കാണിച്ചു കൊടുക്കാം. ഫേസ് ആഷിഫ് നാസ്. കൺഫേം കൊടുത്തു. അവൻ്റെ ഫേസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഫേസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ എത്ര ഫോട്ടോ ഇതിൽ ഉണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഇതിൽ അവൻ്റെ ഫേസ് മാത്രം സെർച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഇതിൽ അവൻ്റെ ഫോട്ടോസ് എല്ലാം സെർച്ച് ചെയ്തു കഴിഞ്ഞു. ഒരു ഷെയറിങ് ഓപ്ഷനാക്കി. ഇനി ഷെയർ കൊടുക്കാം. വാട്സപ്പ് ചെയ്യാം വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ചെയ്യാം. ഷെയർ എടുക്കാം. ഇതിൽ ഇനി വരുന്ന ഈ ആൽബത്തിലേക്ക് രണ്ടാമത് എന്തെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുത്തു. അതിൽ ആഷിഫ് നാസ് ഓൾറെഡി ഗൂഗിൾ ഫോട്ടോസിലുള്ള ആളായതുകൊണ്ട് അവനെ ഈ ഇതിൽ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് അവൻ്റെ വാട്സപ്പിലേക്ക് ആ ലിങ്ക് അയച്ചാലും മതി. ഓക്കെ. അത് അവന് അവിടെ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അത് ആഡാവും. ക്ലൗഡിൻ്റെ ചിഹ്നം വരും ഇവിടെ ഈ ഭാഗത്തായിട്ട് അവൻ ഓപ്പൺ ചെയ്യുമ്പോൾ. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ മൊബൈലിലേക്ക് ആഡാവും. മൊബൈൽ ഡാറ്റ യൂസേജ് വൈഫൈ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 5 MB 10 MB ഒക്കെ ഇട്ടാൽ മതി. എന്നാൽ ഫോണിൽ നിന്ന് അപ്ലോഡ് ആവില്ല. വൈഫൈയിൽ വരുമ്പോൾ ഓൺ ആയിക്കോളും. അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി 1 GB ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് കൊടുക്കാം. ഗ്രൂപ്പ് സിമിലർ ഫേസ് ഇതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അസിസ്റ്റൻ്റ് കാർഡ്സ് ഇതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏകദേശം എൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ ഏകദേശം 85,000 ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 വർഷത്തോളമുള്ള ഫോട്ടോകളുണ്ട് ഇത് 1 year ago ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ ദിവസം മലപ്പുറം ഫുട്ബോളിൽ അതിൻ്റെ 2 വർഷം മുന്നേ ഞാൻ ഈ ദിവസം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. നാല് ഇയർ മുന്നേ ലെജൻസ് ക്ലബിൻ്റെ ഒരു മീറ്റിംഗ് ആണ് വയനാട് വെച്ചിട്ട്. 5 വർഷം മുന്നേ ഈ ദിവസം ഞാൻ ഫ്രണ്ട്സ് ബാംഗ്ലൂരിലേക്ക് ക്യാമറ ശരിയാക്കാൻ പോയതായിരുന്നു. 6 വർഷം മുന്നേ ഈ ദിവസം ഞാൻ വയനാട് ഫാമിലി ടൂറായിരുന്നു. 12 വർഷം മുന്നേ ഈ ദിവസം ഒരു സീരിയൽ ഷൂട്ടിങ്ങിലായിരുന്നു. പല രീതിയിൽ ഫോട്ടോകൾ സെർച്ച് ചെയ്യാം. നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഫോട്ടോകൾ കിട്ടും. സിംഗപ്പൂരിൽ പോയപ്പോൾ എടുത്ത എല്ലാ ഫോട്ടോകളും വന്നു. മലേഷ്യ സെർച്ച് ചെയ്തു. മലേഷ്യയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോകളാണ് ഇത്. ബീച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഫോട്ടോകൾ. കാറ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഫോട്ടോകൾ. സെൽഫി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ബ്ലൂ ഷർട്ട് സെർച്ച് ചെയ്തപ്പോൾ. സ്വിമ്മിംഗ് പൂൾ സെർച്ച് ചെയ്തപ്പോൾ. ഫ്ലൈറ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഫോർട്ട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെ എത്ര ഫോട്ടോകളുണ്ടെങ്കിലും
വളരെ ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ഫോട്ടോകൾ എടുക്കാം. ഏകദേശം എൻ്റെ ഫോണിൽ 2002 മുതൽക്കുള്ള ഫോട്ടോകളുണ്ട്. നമുക്ക് ഡേറ്റ് വെച്ചിട്ടും സെർച്ച് ചെയ്യാം. 2008 മെയ് 10, 2008 ഒരു ഫോട്ടോ ആണത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തു. ഇതിൽ ആഡ് ടു ആൽബം, ഓരോ ആൽബത്തിലേക്ക് ഇതിപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ അതിലുള്ള ആളുകൾ ആരാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഷിഫിന്, മിസ്ല. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് റിക്കഗ്നൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. അതിൽ ഉള്ള ഡീറ്റെയിൽസ് വേറെ ഡീറ്റെയിൽസിന് ഏത് ഭാഗത്തു നിന്നാണ് ഫോട്ടോ എടുത്തതെന്നുള്ളത് അതിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോണിലെ GPS ഓൺ ചെയ്യണം. വേറെ ഓപ്ഷൻസിൽ ആഡ് ടു ആൽബം, മൂവ് ടു ആർച്ചീവിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ സേവ് ടു ഡ്രൈവ്. ഈ ഫോട്ടോ ഓൾറെഡി ഗൂഗിൾ ഫോട്ടോസിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത് മൊബൈലിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ടു ഡ്രൈവ് എടുക്കുക. ഇത് യൂസ് ആസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കോണ്ടാക്റ്റ് ഫോട്ടോ, വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻ സേവർ, ലോക്ക് സ്ക്രീന്, ഹോം സ്ക്രീന്, അങ്ങനെ എല്ലാ ഓപ്ഷൻസിലേക്കും മാറ്റാം. പിന്നെ സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫോട്ടോ സ്ലൈഡ് ഷോ ആയിട്ട് വരും. പ്രിൻ്റ് കൊടുക്കാം. ഇതിൽ എന്തെങ്കിലും വിവരണം കൊടുക്കാം വേണമെങ്കിൽ. ഒരു ഫോട്ടോ എടുത്തു, അതിൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്ത് നോക്കാം. എഡിറ്റിംഗ് ഓപ്ഷനും ഉണ്ട് ഇതിൽ. ഫസ്റ്റ് കാണുന്നത് ഷെയറിങ് ഓപ്ഷനാണ്, രണ്ടാമത്തെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ കുറേ പ്രീസെറ്റ്, ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്രീസെറ്റുകളുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എക്സ്പോസർ, കോൺട്രാസ്റ്റ്, വൈറ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്. ഓക്കെ, അതിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കളറിങ്ങിൽ സെപ്പറേറ്റ് ഓരോ സംഭവങ്ങൾ, സാച്ചുറേഷൻ, വാമ്, ടിൻറ്റ്, സ്കിൻ ടോണ്, ഡീപ്പ് ബ്ലൂ എല്ലാം ഉണ്ട്. പിന്നെ പോപ്പ്. ഓക്കെ, പിന്നെ ക്രോപ്പ് ചെയ്യാം. ഒന്ന് ചെരിക്കണം എന്നുണ്ടെങ്കിൽ ചെരിച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടുന്ന് ഡയറക്റ്റ് സ്നാപ്സീഡിലേക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, മുകളിൽ സേവ് കൊടുക്കാം, സേവ് ആസ് കോപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ നൗ.